ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി മസാല ബോണ്ടയാ. ഇത് പൊട്ടറ്റോ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ പൊട്ടറ്റോ ബോണ്ട ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിന് ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബോണ്ടേൻ്റെ അതേ ടേസ്റ്റാണ്. ഞാനിത് നിങ്ങൾക്കൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ്, പിന്നെ ഞാൻ പച്ചമുളകും വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. അത് രണ്ടും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില. ആദ്യം തന്നെ പൊട്ടറ്റോ, ക്യാരറ്റ് ഇതെല്ലാം ഒരു കുക്കറിലിട്ടിട്ട് വേവിപ്പിക്കണം. അപ്പം ആദ്യം ക്യാരറ്റും ഉരുളക്കിഴങ്ങും അതിലത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലത്തേക്ക് 1 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കിയിട്ട് കുക്കറൊന്ന് മൂടി വെച്ച് വേവിപ്പിക്കണം. അപ്പോൾ ഇതാ ഞാൻ വേവിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 4 വിസിൽ അങ്ങനെ വേവിപ്പിക്കാം. ഈ ടൈം കൊണ്ട് ഞാനൊരു മീഡിയം സൈസ് സവാള എടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ വെച്ച് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ അങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിക്കണം. ഇനി കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലത്തേക്ക് 1 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലത്തേക്ക് വറ്റൽമുളകും പച്ചമുളകും കറിവേപ്പില ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ചെറുതായി സോട്ടായി കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി സവാള ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ പൊടികൾ ആഡ് ചെയ്യുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരണം. ഈ ടൈം കൊണ്ട് ക്യാരറ്റും പൊട്ടറ്റോ ഒക്കെ വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പം അത് ഈ പാനിലേക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിതൊക്കെ പെട്ടെന്ന് വെന്ത് വരാനാണ് അങ്ങനെ കട്ട് ചെയ്തെടുത്ത്. അപ്പം ഇതുപോലെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരുകയും ചെയ്യും. ഇതുപോലെ ഡയറക്റ്റ് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് പാനിൽ തന്നെ ഇതുപോലെ ഉടച്ചു കൊടുത്താൽ മതി. ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കുക. ഞാനിതിലത്തേക്ക് കുറച്ച് കസൂരി മെത്തി ആഡ് ചെയ്യുന്നുണ്ട്, ഓപ്ഷണലാണ്. അടുത്ത് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം. ഇനി ഒരു ബൗളെടുത്ത് അതിലത്തേക്ക് 1 കപ്പ് കടലപ്പൊടി, 2 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ 3 ടീസ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കണം. ഇതൊരു ബാറ്ററായിട്ട് വേണം മിക്സ് ചെയ്യാൻ. അപ്പം ആ ഒരു രീതിയിൽ മിക്സാക്കി എടുക്കാനായിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒന്ന് ബാറ്റർ കുറച്ച് തിക്കാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം കട്ട പിടിക്കില്ല. ആദ്യം അങ്ങനെ ചെയ്യുക. എന്നിട്ട് പിന്നെയും കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കുക. എന്നിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം. ഇനി ഇതാ ഞാൻ ഇതിലത്തേക്കും കൂടി 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് നേരത്തെ പൊടികൾ ആഡ് ചെയ്യുന്ന കൂട്ടത്തിൽ ആഡ് ചെയ്യാം. അതൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ ഇതുപോലെ കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ഇതുപോലെ മസാല എടുത്തിട്ട് ബോൾസാക്കി വെക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇതുപോലെ ബോൾസാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് ആക്കിയെടുക്കുന്നത്. ഇതുപോലെ എല്ലാം ആക്കിയെടുക്കുക. എനിക്കൊരു 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ബോൾ എടുക്കുക. എന്നിട്ട് അത് ബാറ്ററിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്പൂൺ വെച്ച് എല്ലായിടത്തും ആക്കി കൊടുത്ത് ഇതുപോലെ എണ്ണയിലിട്ട് കൊടുക്കണം.
കുറച്ച് ബാറ്റർ എടുത്തിട്ട് വീണ്ടും മേലെ കൂടി കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ അടുത്ത ബോളും ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 എണ്ണം ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊന്ന് ഒരു സൈഡ് കുക്കായാൽ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡും കുക്കാക്കി എടുത്തിട്ട് ഇതുപോലെ ബ്രൗൺ കളറായാൽ കോരി മാറ്റാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഇതാ അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് കുക്കായാൽ തിരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ബ്രൗൺ കളറായാൽ 2 സൈഡും ബ്രൗൺ കളറായാൽ എടുത്ത് മാറ്റാം. അങ്ങനെ എല്ലാം ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ മസാല ബോണ്ട റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഈ ബോണ്ടക്ക്. ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എല്ലാവരും ഇതുപോലെ ഈ ഒരു മെത്തേഡിൽ ഈ ബോണ്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ബോണ്ടേൻ്റെ അതേ ടേസ്റ്റാണ്. ഇത് നമുക്കെല്ലാവർക്കും വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാനിപ്പം ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് കുറേ വേണമെങ്കിൽ ഇതിൻ്റെ ഡബിളായിട്ട് ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. ഇത് ഉണ്ടാക്കി വെച്ചതേ ഓർമ്മയുണ്ടാവും, പെട്ടെന്ന് തീർന്നവും. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്നാക്കാണിത്. ഇതുപോലെ പെർഫെക്റ്റായിട്ട് കിട്ടാൻ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ശ്രദ്ധിക്കണം. അതാ ഒന്ന് ശ്രദ്ധിക്കാനുള്ളൂ. അതൊന്നും ഓക്കെ ആയാൽ ബോണ്ട സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. ബൈ.